അന്വേഷണം തുടക്കം മുതൽ തന്നെ സംശയാസ്പദമായ രീതിയിൽ പോയി എന്നുള്ള ആക്ഷേപം ഹിന്ദു സംഘടനകൾക്ക് ഇന്നുണ്ടായതല്ല, തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അന്വേഷണ സംഘത്തിന് ചില പരിമിതികളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘാംഗങ്ങൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ കോടതിയുടെ നിരീക്ഷണം വിട്ട് അവർ പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് വരുമ്പോൾ ആ അന്വേഷണ സംഘത്തിന്റെ പരിമിതി, അതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തവണ നാം സൂചിപ്പിച്ചതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് CBI അന്വേഷണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് CBI അന്വേഷണം, എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണം പോരാ എന്നതിനെ കുറിച്ച് ഇന്നത്തെ SIT കൊടുത്ത റിപ്പോർട്ട് തന്നെ മാത്രം മതി. ഇപ്പൊ ഇന്ന് SIT കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഇന്നെന്ന് വെച്ചാൽ ഇന്നലെ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അത് കട്ടിളപ്പാളിയിൽ നിന്നും 15 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ആര്? SIT. ആ 15 സാമ്പിളുകൾ അത് ഏത് സ്വർണമാണ്, ആ സ്വർണത്തിന്റെ പ്യൂരിറ്റി എന്താണ്, ആ സ്വർണം യഥാർത്ഥത്തിൽ ശബരിമലയിൽ UB ഗ്രൂപ്പ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത് 24 കാരറ്റ് തനി തങ്കം പൊതിഞ്ഞ ആ സ്വർണം തന്നെയാണോ, അത് തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി VSSCക്ക് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCക്ക് അയച്ചിരുന്നു. ആ 15 സാമ്പിളിന്റെയും റിപ്പോർട്ട് അവര് കോടതിയിൽ സമർപ്പിച്ചു SIT. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആ സ്വർണം യഥാർത്ഥത്തിൽ ഇവര് കൊടുത്ത സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്.